ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാസിലിൻ്റെ ചിത്രത്തിൽ മോഹൻലാലിനെ അഭിനയിക്കാൻ വിളിച്ചു. പക്ഷേ ഫാൻസുകാർ ആ വേഷം ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ വിഷയം. 8 വർഷത്തിന് ശേഷം ഫാസിലിൻ്റെ ചിത്രത്തിലേക്ക് മോഹൻലാലിനെ വിളിച്ചു. മോഹൻലാൽ എന്ന തിരക്കുള്ള നടനാണ്. തിരക്കെന്ന് പറഞ്ഞാൽ ഇനിയൊരു 3 വർഷത്തേക്ക് മറ്റൊരു സിനിമയ്ക്കും അത് ഏറ്റവും അടുപ്പമുള്ള ഒരാഴ്ച കൊടുക്കാൻ ഡേറ്റ് ഇല്ലാത്ത അവസ്ഥ. അപ്പോഴാണ് ഫാസിൽ പുതിയ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. ആ സിനിമ തൻ്റെ മുൻ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നരേന്ദ്രനായി മോഹൻലാൽ അഭിനയിച്ചപ്പോൾ ആ സിനിമ കണ്ട് സ്ത്രീകൾ ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടിയാളെ, വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൂടെയാണ് ആ സിനിമ ഹിറ്റായി. പിന്നെ ഇപ്പോഴും നരേന്ദ്രൻ എന്ന വില്ലൻ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്ന് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം എത്രയോ കടമ്പകൾ, എത്രയോ സിനിമകൾ, എത്രയോ വേഷങ്ങൾ. കുറ്റം പറഞ്ഞവർ പലരും ലാലിനെ ചേർത്ത് നിർത്തി. അങ്ങനെയുള്ള സിനിമാ യാത്രയായിരുന്നു ലാലിൻ്റേത്. ആ ലാലിനെയാണ് 8 വർഷത്തിന് ശേഷം ഫാസിൽ അഭിനയിക്കാൻ വിളിച്ചത്. ലാലിനെ കാണാൻ ചെന്നു. അന്ന് മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാല് നേരത്തെ വന്നു. ഫാസിൽ വന്നിട്ടുണ്ടെന്ന് നേരത്തെ വന്നു. രണ്ടുപേരും സംസാരിച്ചിരുന്നു. പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞു. ആരാണ് നായകൻ? അതാണ് ലാല് ചോദിച്ചത്. സുരേഷ് ഗോപി. സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോൾ ലാലിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഫാസിൽ ഏത് സിനിമയായിരിക്കും ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അത് മനസ്സിലാക്കി ഫാസിൽ പറഞ്ഞു, ലാലേ, ഈ കഥ കേട്ടു നോക്ക്. ഈ കഥ കേട്ടിട്ട് ഞാൻ പറയുന്ന കഥാപാത്രം ലാലിന് ഇഷ്ടമായെങ്കിൽ ലാൽ ഡേറ്റ് തന്നാൽ മതി. അഭിനയിച്ചില്ലെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. ലാല് ആ സിനിമയുടെ കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞ ഘട്ടത്തിൽ ഇന്ന റോൾ ഇന്ന ആൾക്ക്, മറ്റു റോള് മറ്റാൾക്ക്. ഈ റോളാണ് ഞാൻ ലാലിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. 5 ദിവസം മതി. കൂടുതൽ ദിവസം ഞാൻ ചോദിക്കുന്നില്ല, തിരക്കാണെന്നറിയാം. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ഗസ്റ്റ് റോള്. ആ ഗസ്റ്റ് റോളെന്ന് കേൾക്കുമ്പോൾ ലാൽ പിന്തിരിയുമെന്നാണ് ഫാസിൽ വിചാരിച്ചത്. ലാൽ പറഞ്ഞു, മതി, എനിക്ക് ഈ റോള് മതി. ഇത് നല്ല റോളാണ്. നായക റോളിനേക്കാൾ പ്രാധാന്യമുള്ള റോള് തന്നെയാണിത്. നമ്മൾ ചെയ്യുന്നു. 5 ദിവസം എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം, അഭിനയിക്കാം. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞ് പിരിയുന്നു. ലാൽ ഈ കഥാപാത്രത്തെക്കുറിച്ച് തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നു. പ്രിയദർശൻ അടക്കമുള്ളവരോട് പറയുന്നു, പാച്ചിക്കായുടെ അടുത്ത സിനിമയിലെ ഈ റോള് ചെയ്യുന്നത് ഞാനാണ്, എങ്ങനെയുണ്ട്? അപ്പോൾ പ്രിയം പറഞ്ഞു, നീ ഏത് റോള് ചെയ്താലും നന്നായിരിക്കും, പക്ഷെ നിൻ്റെ മുൻ ധാരണയുണ്ടല്ലോ, അത് മാറ്റിവെക്കുക. ഫാസിൽ കഥ പറയാൻ മിടുക്കനാണ്. സിനിമ തുടങ്ങി നിൻ്റെ റോളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കാണട്ടെ, എന്നിട്ട് പറയാം. പക്ഷെ കേട്ടിടത്തോളം നല്ലൊരു കഥാപാത്രമാണ്, നിനക്ക് പറ്റും എന്നാണ് പ്രിയം പറഞ്ഞത്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞ് ഫാസിലിൻ്റെ പടത്തിൽ മോഹൻലാൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് മാത്രമായി പ്രാധാന്യം. അതറിഞ്ഞ ഫാൻസുകാർ, അതായത് ലാലുമായി ആൻ്റണിയായും ഏറ്റവും അടുപ്പമുള്ള ചില ഫാൻസുകാർ പറഞ്ഞു, ലാലേട്ടാ, അങ്ങനെ റോൾ ഇപ്പോൾ ചെയ്യണോ? എത്രയോ സിനിമകളിൽ നായക വേഷം ചെയ്യുന്നു, കത്തി നിൽക്കുന്ന സമയമാണ്, അതങ്ങനെ ചെയ്യണോ? അപ്പോൾ ലാൽ പതിവ് പോലെ പുഞ്ചിരിച്ചു. നിങ്ങൾ ആദ്യം സിനിമ കാണോ, നമുക്ക് മുൻവിധികൾ വേണ്ട. മാത്രമല്ല, നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ റോള് ഞാൻ ഉപേക്ഷിക്കാനും പോകുന്നില്ല. അഭിനയം എൻ്റെ തൊഴിലാണ്. നിങ്ങളെ ഞാൻ ചെറുതായി കാണിച്ചിട്ടല്ല, ഞാൻ ഈ റോൾ ചെയ്യാമെന്ന് സമ്മതിച്ചു. 5 ദിവസവും കൊടുത്തു. പിന്നെ അവർ എതിർക്കാൻ പോയില്ല.
കാരണം ലാലിനോട് എതിർത്തിട്ട് കാര്യമില്ല. ലാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നും അവർക്കറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും ഇതിൽ പിന്തിരിപ്പിക്കണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഫാൻസുകാർക്കിടയിൽ ഉണ്ടായ ഈ അഭിപ്രായ വ്യത്യാസവും മോഹൻലാൽ അഭിനയിക്കാൻ പോകരുതെന്നുള്ള തീരുമാനങ്ങളും എങ്ങനെയോ ഫാസിൽ അറിഞ്ഞു. അപ്പോൾ ഫാസിലിന് ശങ്കയായി, ഇനിയിപ്പം മുടങ്ങുമോ, ലാൽ വരാതിരിക്കുമോ? തിരക്കഥ ഒന്നുകൂടി നോക്കി, കുറച്ചും കൂടി സീനുകൾ കൂട്ടി എഴുതിയാൽ എങ്ങനെയായിരിക്കും? പക്ഷേ അങ്ങനെ കൂട്ടി എഴുതിയാൽ ആ കഥാപാത്രത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടില്ലേ? എന്തായാലും ഒരാഴ്ച ആ തിരക്കഥ അനക്കാതെ വെച്ചു. മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമായി പിന്നെ ചിന്ത, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഇരുന്ന് പ്രത്യേക ഒരു ടേണിംഗ് പോയിൻ്റ് വന്നു. ആ ടേണിംഗ് പോയിൻ്റ് വന്നപ്പോൾ ഫാസിൽ ചിരിച്ചു. ഫാസിൽ അങ്ങനെയാണ്, ഒരു കാര്യം ആലോചിച്ച് അതൊരു വിജയത്തിൻ്റെ സൂചന നൽകുമ്പോൾ തരിച്ചിരുന്ന് ചിരിക്കാറ് പതിവുണ്ട്. അങ്ങനെ ഒരു ചിരി ലാലിലുണ്ട്, ഫാസിലുണ്ടായി. ഫാസിൽ അപ്പം തന്നെ തിരക്കഥ എഴുതി ഈ കൂട്ടിച്ചേർക്കേണ്ട ഭാഗങ്ങൾ, മാറ്റേണ്ട ഭാഗങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തു. മാറ്റി എഴുതി വന്നപ്പോൾ 5 ദിവസം പോയിട്ട് 25 ദിവസം മിനിമം വേണ്ടി വരും. നായകതുല്യമായ വേഷമാണ്. ഇക്കാര്യം സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് എന്ത് പറയുന്നു? ഒക്കെ സംവിധായകനല്ലേ, നായകനെപ്പോഴും സുരേഷ് ഗോപി തന്നെ. അവിടെ ഈ കാര്യമൊന്നും മോഹൻലാലിനെ വിളിച്ച് പറഞ്ഞില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്നു, ലാലിനെ വിളിക്കുന്നു, ലാൽ അഭിനയിക്കാൻ വരുന്നു, തിരക്കഥ എടുത്ത് കൊടുക്കുന്നു, വായിക്കാൻ കൊടുക്കുന്നു. തിരക്കഥ വായിക്കാൻ കൊടുത്തപ്പോൾ അപ്പോൾ ചോദിച്ചു, വാച്ചിക്ക ഇതെങ്ങനെ വാച്ചിക്ക 5 ദിവസം കൊണ്ട് ചോദിക്കും? നിങ്ങൾ 5 ദിവസമല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈ 5 ദിവസം കൊണ്ട് ഇത് എങ്ങനെ അഭിനയിച്ച് തീർക്കും? ഇതിന് ചുരുങ്ങിയൊരു 30 ദിവസമെങ്കിലും വേണ്ടി വരും. 30 ദിവസം ഇല്ല ലാലിൻ്റെ കയ്യിൽ. എന്നോട് 5 ദിവസം ചോദിച്ചു. ഗസ്റ്റ് റോളാണെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇത് നായക വേഷതുല്യമായ വേഷമല്ലേ, 30 ദിവസം വേണ്ടേ? ലാലിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ലാലിന് 30 ദിവസം തരാൻ പറ്റുമോ? 30 ദിവസം തരാം. 30 ദിവസമല്ല, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ കഥാപാത്രത്തിന് വേണ്ടി ബ്ലാങ്ക് ഡേയ്സ് തന്നെ തരാം. ആവശ്യമുള്ള ഡേറ്റ് വേണ്ടി എടുത്തോളാൻ പറയണം. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന തുടങ്ങി. 30 ദിവസം പറഞ്ഞു. 25 ദിവസം കൊണ്ട് ഫാസിൽ രാവും പകലുമായിട്ട് മോഹൻലാലിൻ്റെ സീനെല്ലാം അടിച്ചു തീർത്തു വെച്ചാൽ മോശമായിട്ടല്ല, നല്ല കാവ്യാത്മകമായിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷെ ആ ഷൂട്ടിംഗ് കാണാൻ പ്രിയ അടക്കമുള്ളവർ വന്നിരുന്നു. മോഹൻലാലിൻ്റെ അഭിനയം കണ്ട് മോഹൻലാലിനെ കെട്ടിപ്പിടിച്ച് പ്രിയദർശൻ പറഞ്ഞു, നിൻ്റെ സിനിമ ഇത്രയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും മനോഹരമായിട്ട് നീ ചെയ്ത മറ്റൊരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പ്രിയം പറഞ്ഞത്. ആ സിനിമ ഭയങ്കര ഹിറ്റായി. പേരെടുത്തു മണിച്ചിത്രത്താഴ്. കണ്ടിട്ടില്ലേ? കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണും.